ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കിടിലൻ സ്നാക്കാണ്. ഇതിൻ്റെ മസാല കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും അത്രയ്ക്ക് ടേസ്റ്റാണെന്ന്. അതുപോലെ തന്നെ പഫ്സ് ആണ് ഞാനിവിടെ ഉണ്ടാക്കുന്നത്. സമൂസ ഷീറ്റ് വെച്ചുകൊണ്ടാണ് ഉണ്ടാക്കുന്നത്. 2 ഷീറ്റ് ഒന്നിച്ച് വെച്ചിട്ട് ചെയ്യുന്നതാണിത്. അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കണ്ട് ഈ സ്നാക്ക് റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം. എങ്ങനെയാണെന്ന് ഉണ്ടാക്കലെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ചിക്കൻ വേവിക്കുകയാണ് ചെയ്യുന്നത്. ഒരു കുക്കറിലിട്ടിട്ട് ആവശ്യമുള്ളത്ര ചിക്കന് എടുത്ത് ഉപ്പും കുരുമുളകും മഞ്ഞൾപ്പൊടിയും കൂടിയിട്ട് ഒന്ന് വേവിച്ചെടുക്കുകയാണ്. വെന്തതിന് ശേഷം അത് കൈകൊണ്ട് തന്നെ ചെറുതാക്കി ഇങ്ങനെ നുള്ളിയെടുത്ത് അവിടെ മാറ്റി വെക്കണം. ഇനി നമുക്കിതിൻ്റെ മസാലയ്ക്കായിട്ട് ഉള്ളി വഴറ്റിയെടുക്കാം. അതിനായിട്ട് നേരിയ ടൈപ്പ് രീതിയിൽ തന്നെ കട്ട് ചെയ്യണം. നീളത്തിൽ അരിഞ്ഞെടുക്കുക. ഒരു ഉള്ളി 2 പകുതിയാക്കിയിട്ട് അരിഞ്ഞെടുക്കുക. 3 വലിയ ഉള്ളിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. കുറച്ച് ഓയിലും കൂടി ഒഴിച്ച് കട്ട് ചെയ്ത ഉള്ളി ഇട്ടുകൊടുത്തൊന്ന് വഴറ്റി കൊടുക്കുക. ഇനി നമുക്ക് ഒരു 3/4 ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് 3 കൂടി ഒന്നിച്ച് ചതച്ചത് എടുത്തതാണ്. സെപ്പറേറ്റ് ആയിട്ടാണെങ്കിൽ അതും ചേർക്കാം. മാത്രമല്ല പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞ് ചേർക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഒന്ന് വഴറ്റി കൊടുത്ത് കുറച്ച് കറിവേപ്പിലയും കൂടി മുറിച്ച് ഇതിലേക്ക് ഇട്ടുകൊടുത്തത് ശേഷം നല്ലപോലെ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഉള്ളി നമുക്ക് നല്ലപോലെ വെന്ത് ഉടഞ്ഞ് കിട്ടേണ്ട ആവശ്യമൊന്നുമില്ല. ലൈറ്റായിട്ട് ഒന്ന് വെന്ത് കിട്ടിയാൽ മതി. ഇനി നമുക്ക് കുറച്ച് പൊടികളൊക്കെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാനുണ്ട്. 1/2 ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ, 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂണ് കുരുമുളക് പൊടി, 1/2 ടീസ്പൂണ് ജീരകപ്പൊടി, ചെറിയ ജീരകം വറുത്ത് പൊടിച്ച് വെച്ചതാണ്. ഇത് ചെറിയ ജീരകപ്പൊടി സ്നാക്സുകളിലൊക്കെ ഇട്ടാൽ നല്ല സ്മെല്ലാണ്. സ്നാക്സ് എന്ത് തന്നെയായാലും എന്തിലിട്ടെടുത്താലും അതൊരു സ്പെഷ്യൽ സ്മെൽ തന്നെയാണ്. 1/2 ടീസ്പൂണ് മല്ലിപ്പൊടിയും കൂടി ഇട്ടുകൊടുത്ത് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഉള്ളി ഇപ്പോൾ ഏകദേശം വേവായിട്ടുണ്ട്. ചെറുതായിട്ടും കൂടി ഒന്ന് വെന്ത് കിട്ടിയാൽ മതി. ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടുകൊടുക്കാം. ഇത്തിരി ടൈമായിട്ട് ഉപ്പൊന്നും ഇട്ടുകൊടുത്തിട്ടില്ല. ചിക്കന് വേവിക്കുമ്പോൾ കുറച്ച് ഉപ്പ് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ചിക്കൻ്റെ ഉപ്പും കൂടി കണക്കിലെടുത്തുകൊണ്ട് മാത്രം ഉള്ളിയിലേക്ക് ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പ് കൂടിയിട്ടൊന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം നമുക്ക് ചിക്കൻ ചേർക്കാം. ഇത് ഞാൻ മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഉപ്പും ഇട്ട് വേവിച്ച ചിക്കനാണ്. കൈ വെച്ച് തന്നെ ഒന്ന് നുള്ളിയിട്ടെടുത്തത്. വലിയ പീസായി കിടന്നാലും പ്രശ്നമൊന്നുമില്ല. നമ്മുടെ പഫ്സിലൊക്കെ വലിയ വലിയ പീസായിട്ട് തന്നെയല്ലേ ഉണ്ടാവല്, ചെറുതായിട്ട് ക്രഷ് ചെയ്തിട്ടൊന്നല്ല ഉണ്ടാവല്. അപ്പോൾ ചിക്കനും കൂടിയിട്ട് നല്ല പോലെ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. ചിക്കനൊന്ന് കറക്റ്റ് ആ ഒരു മിക്സിങ്ങൊക്കെ കഴിഞ്ഞാൽ ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് കൊടുക്കുക. അടച്ച് വെച്ച് കൊടുത്ത് നമ്മുടെ ചിക്കനും ഉള്ളിയൊക്കെ ഒന്ന് നല്ല പോലെ തന്നെ മസാലപ്പൊടികളൊക്കെ ഇട്ടതല്ലേ, അപ്പോൾ അതെല്ലാം ഒന്ന് യോജിച്ച് കിട്ടുന്ന ആ ഒരു ടൈമിന് ഇതിന് വേണ്ടിയിട്ടാണ് അടച്ചു വെച്ച് വേവിക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു പകുതി നാരങ്ങയുടെ ജ്യൂസും കൂടി ഒന്ന് പിഴിഞ്ഞ് ചേർത്ത് നല്ല പോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ച് മല്ലിയിലയും അതുപോലെ തന്നെ ഒരു പിഞ്ച് മാത്രം ഗരം മസാലപ്പൊടിയും ചേർക്കാം. ഗരം മസാലപ്പൊടി അത്രേ ഇതിലേക്ക് ആവശ്യമുള്ളൂ. നമ്മൾ ബാക്കിയുള്ള പൊടികളൊക്കെ ചേർക്കുന്നതല്ല. അപ്പോൾ ഗരം മസാലപ്പൊടിയും കൂടി കൂടുതൽ ചേർത്താൽ ഗരം മസാലപ്പൊടിയുടെ മണം മാത്രമേ മുന്നിൽ നിൽക്കുകയുള്ളൂ. അതുകൊണ്ട് ഒരു പിഞ്ച് മാത്രം ചേർത്ത് കൊടുക്കുകയാണ്. മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. സമൂസ ഷീറ്റിനെ കൊണ്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. സമൂസ ഷീറ്റ് ഇപ്പോൾ എല്ലാ ഷോപ്പുകളിലും തന്നെ വാങ്ങാൻ കിട്ടുന്നതാണ്. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കാനായിട്ട് പരത്തിയും വേണ്ട കുഴക്കുകയൊന്നും വേണ്ട. മസാല ഉണ്ടാക്കുന്ന ഒരു ടൈം ഇത് മാത്രമേ വേണ്ടൂ. അപ്പോൾ 2 ഷീറ്റ് ഇങ്ങനെ വെച്ചിട്ട് ചെയ്യുകയാണ്. ഒരു 2 ടേബിൾ സ്പൂണ് മൈദ, 2 ടേബിൾ സ്പൂൺ ആവശ്യമില്ല, കുറച്ച് മൈദപ്പൊടി എടുത്തിട്ട് അതിൽ കുറച്ച് വെള്ളവും ചേർത്ത് ഇതുപോലൊരു മൈദ ഒട്ടിച്ച് കിട്ടാനായിട്ട് മൈദയുടെ ഒരു പശ ഉണ്ടാക്കിയെടുക്കണം. അത് 4 ഭാഗത്തും ഇങ്ങനെ തേച്ച് കൊടുക്കുക. മസാല ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു ടീസ്പൂണോളം മസാലയാണ് ഇട്ട് കൊടുക്കുന്നത്.
മസാല നല്ല പോലെ നിറച്ച് ഫില്ല് ചെയ്ത് കൊടുക്കണ്ട. അതിനുശേഷം ഒട്ടിച്ച ഭാഗങ്ങളൊക്കെ എൻഡിങ് വരുന്ന ഭാഗങ്ങളൊക്കെ നല്ല പോലെ തന്നെ കവർ ചെയ്തെന്ന് ഉറപ്പ് വരുത്തണം. അല്ലെങ്കിൽ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ എണ്ണ കയറും ഉള്ളിലേക്കായിട്ട്. അപ്പോൾ എണ്ണയും മസാലയും എണ്ണ കയറിയിട്ട് അതൊരു സുഖമില്ലാത്ത പരിപാടിയല്ലേ, സ്നാക്സിൻ്റെ ഉള്ളിലൊക്കെ എണ്ണ കയറുമ്പോൾ. അതുകൊണ്ട് തന്നെ ആ ഒരു ഗ്യാപ്പൊക്കെ നല്ല പോലെ തന്നെ കവറായി എന്ന് ഉറപ്പ് വരുത്തണം. അതിന് ഗ്യാപ്പിലൂടെ പിന്നെ ഗ്യാപ്പ് വരുന്ന ഭാഗത്തേക്ക് മൈദയുടെ പശയൊന്ന് നല്ലപോലെ തന്നെ ആക്കിയെന്ന് ഉറപ്പ് വരുത്തുക. അപ്പോൾ ഞാൻ എല്ലാം തന്നെ ആക്കിയെടുക്കുകയാണ്. ഈ ഒരു ലെവലിൽ തന്നെ നിങ്ങൾ മടക്കിയെടുക്കാനായിട്ട് നോക്കുക. ഉണ്ടാക്കിയിട്ടുള്ള എല്ലാ മസാലയും ഞാനങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഫ്രൈ ചെയ്യാനായിട്ട് ഞാനിതാ ഓയിൽ ഒന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. പാത്രത്തിലേക്ക് വലിയ ഫ്രൈ ചെയ്യുന്ന പാത്രമാണെങ്കിൽ ഒരു 4 വരെ ഇട്ട് കൊടുക്കാം. ഞാൻ ഇപ്പോൾ ഇതാ 3 ഇട്ട് കൊടുത്തിട്ടുള്ളത്. കുറച്ച് കൂടിപ്പോയാൽ ചിലപ്പോൾ മറിച്ചിടാനൊക്കെ ബുദ്ധിമുട്ടായി പോവും. അപ്പോൾ ഇതൊന്ന് നല്ല പോലെ തന്നെ 2 ഭാഗവും തിരിച്ചിട്ട് കൊടുത്ത് മാറി മാറി കളർ ചേഞ്ച് ആകുന്നത് നോക്കി തിരിച്ചിട്ട് കൊടുത്തൊന്ന് മുഴുവനും ഫ്രൈ ചെയ്തെടുക്കുക. ഞാൻ ഇതാ മുഴുവനും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ ഇവിടെ ഫുള്ളായിട്ടുണ്ട്. അപ്പോൾ സ്നാക്സ് റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയറും ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരായിട്ട് ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ടും ചെയ്യുക. അപ്പോൾ ഇനി വേറൊരു വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവരോടും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.